Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, then നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഓക്കെ കൃഷ്ണ ഗുഡ് ആഫ്റ്റർനൂൺ. തുടങ്ങാതെ നമുക്ക് എല്ലാവരും ഓക്കെ അല്ലേ, റെഡി അല്ലേ എല്ലാവരും? Yes, ma'am. ഓക്കെ ശരി. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്റർ നമ്മള് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ. മൊഡ്യൂള് 4-നകത്തെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ, മെഡിക്കൽ ഇൻഷുറൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ചാപ്റ്ററിനകത്ത് കുറച്ച് ടേംസുകളൊക്കെ പരിചയപ്പെട്ടു. അതൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്, ഇൻഷുർഡ് ആരാണ്, ഇൻഷുറർ ആരാണ്, ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രീമിയം എന്താണ്, അതുപോലെ ഫസ്റ്റ് പാർട്ടി ക്ലെയിമും തേർഡ് പാർട്ടി ക്ലെയിമും. ഓക്കെ, ദെൻ ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്, മെഡിക്ലെയിം ഇൻഷുറൻസ് എന്താണ്, ഇങ്ങനെയുള്ള ടേംസുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. പിന്നെ നമ്മൾ കണ്ടത് നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ഇൻഷുറൻസ് കമ്പനികൾ, ഇൻഷുറൻസ് ഫേംസിന്റെ പേരുകളൊക്കെ അവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. ഓക്കെ, ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനായിട്ടുള്ളത് എക്സ്പെൻസസ് കവേർഡ് ബൈ ദ ഹെൽത്ത് ഇൻഷുറൻസ് കേട്ടോ. അതായത് പൊതുവെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിലൂടെ കവർ ചെയ്തു പോകുന്ന എക്സ്പെൻസസുകൾ എന്തൊക്കെയാണ്, നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ലഭിക്കുന്ന പരിരക്ഷകൾ എന്തൊക്കെയാണ്, എന്തെല്ലാം എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനുള്ള ഒരു കവറേജ് ആണ് പൊതുവെ നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ലഭിക്കുന്നത്. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത്. ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, ഓരോ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളും വ്യത്യാസമുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് ഏജന്റുമായിട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുക എന്ന് പറയുമ്പോൾ അതിൽ തന്നെ പല ടൈപ്പ് ഓഫ് പോളിസികളുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾക്ക് കവറേജ് കിട്ടും, ചിലതിന് കവറേജ് കിട്ടില്ല. അത് ഓരോ പ്ലാനിന് അനുസരിച്ചും വ്യത്യാസം ഉണ്ടായിരിക്കും. പ്ലാൻ അനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും, ഓരോന്നിന്റെ പ്രീമിയം തുക വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, പക്ഷെ നമ്മൾ എല്ലാത്തിനെയും ഒന്ന് ജനറലൈസ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കാണ്. പൊതുവെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിലൂടെ നമുക്ക് കവർ ചെയ്തു പോകുന്ന എക്സ്പെൻസസുകൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ജനറൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നോക്കാം, ഈച്ച് ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ്സ് ദ പ്ലാൻസ് ദാറ്റ് കവർ വാരിയസ് എക്സ്പെൻസസ്. കണ്ടല്ലോ, അതായത് ഓരോ ഇൻഷുറൻസ് കമ്പനിയും പ്രൊവൈഡ് ചെയ്യുന്നത് ഓരോ ടൈപ്പ് ഓഫ് പ്ലാനുകളാണ്. ആ പ്ലാനുകൾക്ക് അനുസരിച്ച് പലതരത്തിലുള്ള കവറേജുകളാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സം ഓഫ് ദ സ്റ്റാൻഡേർഡ് ഹെൽത്ത് എക്സ്പെൻസസ് കവേർഡ് ആർ ദ ഫോളോവിങ്. അപ്പൊ പൊതുവെ കവർ ചെയ്തു പോകുന്ന എക്സ്പെൻസസുകൾ എന്തൊക്കെയാണ്? അപ്പൊ പ്രധാനമായിട്ട് നമുക്ക് അതിനകത്ത് 7 പോയിന്റുകളാണ് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്, ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ. സെക്കൻഡ് വൺ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. പിന്നെ തേർഡ് വൺ എന്താണ്, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. ഫോർത്ത് വൺ ആംബുലൻസ് ചാർജസ്. ഫിഫ്ത് വൺ ഡേ കെയർ ട്രീറ്റ്മെന്റ്. സിക്സ്ത് വൺ ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്. ആൻഡ് സെവൻത് വൺ ഇൻകം ബെനിഫിറ്റ്. ഓക്കെ, അപ്പൊ ഓരോന്ന് എന്താ നോക്കാം. പേര് കേൾക്കുമ്പോൾ തന്നെ കുറെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇൻപേഷ്യന്റ് എന്ന് പറയുമ്പോൾ എന്താ, അഡ്മിറ്റ് ആകുമ്പോൾ അല്ലെ. ഈ പറയുന്ന പേഷ്യന്റ് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ, അഡ്മിറ്റ് ആകുമ്പോൾ അവർക്ക് വരുന്ന എല്ലാ മെഡിക്കൽ എക്സ്പെൻസസുകൾക്കുള്ള കവറേജുകൾ എന്തിലൂടെ ലഭിക്കുന്നുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. ഇൻ കേസ് ദ പേഷ്യന്റ് ഈസ് ഹോസ്പിറ്റലൈസ്ഡ് ഡ്യൂ ടു an injury or illness and it is covered in your health insurance plan, the hospitalization expense will be met by the insurer. Okay, insurer എന്ന് പറഞ്ഞാൽ ആരാണ്? കമ്പനിയാണ് അല്ലെ, ഇൻഷുറൻസ് കമ്പനിയാണ് അല്ലെ. അതെ, അതായത് ഒരു പേഷ്യന്റ് ഇപ്പൊ എന്തെങ്കിലും ഇഞ്ചുറി വന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ മൂലം ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ, അഡ്മിറ്റ് ആകുമ്പോൾ അവരെടുത്തിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിനനുസരിച്ച് അവർക്ക് അതിനുള്ള കവറേജുകൾ ലഭിക്കുന്നു. അപ്പൊ എന്തൊക്കെ കവറേജുകളാണ്, എന്തൊക്കെ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം നോക്കിയേ.
റൂം റെന്റ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം നമ്മൾ അഡ്മിറ്റ് ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ റൂം എടുക്കേണ്ടി വരും. ചിലർ വാർഡിലായിരിക്കും, ചിലര് കുറച്ചുകൂടി പ്രൈവസി ആഗ്രഹിക്കുന്ന ആളുകൾ റൂം എടുക്കും അല്ലെ. അപ്പൊ റൂമിന്റെ റെന്റുകൾ. ഓക്കെ, അതുപോലെ തന്നെ ഓക്കെ ഫുഡ്, നഴ്സിംഗ് എക്സ്പെൻസസ് കേട്ടോ, നഴ്സിംഗ് എക്സ്പെൻസസ്. അതുപോലെ ICU ചാർജസ്, ഇൻ കേസ് ICUൽ അന്നേരം ICUൽ എന്താണ് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ICUവിന്റെ വരുന്ന ചെലവുകള്, ചാർജസ്. പിന്നെ ഡോക്ടർ കൺസൾട്ടേഷൻ അല്ലെ, ഇവര് ഡോക്ടറുടെ കൺസൾട്ടേഷൻ ചാർജസ്. സർജറി, ഇപ്പൊ വല്ല സർജറി ഭാഗമായിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സർജറിയുടെ എക്സ്പെൻസസ്. പിന്നെ അതർ കോസ്റ്റ് ലൈക്ക് സർജിക്കൽ ടൂൾസ്, ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽസ് എക്സെട്ര. നമ്മൾ ഈ രോഗിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റുള്ള സർജിക്കൽ ടൂൾസ്, സർജറിയൊക്കെ വിധേയമാവുന്ന പേഷ്യന്റ് ആണെങ്കിൽ സർജിക്കൽ ടൂൾസ്, അതുപോലെ ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽസ്, ഇങ്ങനെയുള്ള ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസുകളൊക്കെ കവർ ചെയ്യാനായിട്ട് എന്തിലൂടെ സാധിക്കും? ഹെൽത്ത് ഇൻഷുറൻസിലൂടെ സാധിക്കും. അതാണെന്ത് ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ അവർക്ക് വരുന്ന എക്സ്പെൻസസുകൾക്കുള്ള കവറേജ് എന്തിലൂടെ ലഭിക്കുന്നുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ലഭിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ? എന്തൊക്കെ അതിനകത്ത് ഉൾപ്പെടാം? റൂം റെന്റ് വരാം, നഴ്സിംഗ് എക്സ്പെൻസസ് വരാം, ICU ചാർജസ് വരാം, ഡോക്ടർ കൺസൾട്ടേഷൻ ചാർജസ്, സർജറിന്റെ സർജിക്കൽ ടൂൾസ്, ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽസിനൊക്കെ വരുന്ന ചെലവുകൾ. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. അടുത്തത് എന്താണ്? പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് അല്ലെ. ഹോസ്പിറ്റലൈസേഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് വരുന്ന എക്സ്പെൻസസ്. ഇപ്പൊ നമ്മളെപ്പോഴും അഡ്മിറ്റ് ആവുന്നതിന്, അഡ്മിറ്റ് ആവാതെ തന്നെ നമ്മളിപ്പോ റൂട്ടീനായിട്ട് ഹെൽത്ത് ചെക്കപ്പുകളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ. റൂട്ടീനായിട്ട് ചെക്കപ്പുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. ചിലവർ പ്രിവെന്റീവ് സർജറികൾ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. ഇനിയിപ്പോ ഹോസ്പിറ്റലൈസ് ചെയ്യണമെന്നില്ല, ഹെൽത്ത് ശ്രദ്ധിക്കുന്ന ആളുകളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അല്ലെ. ഇപ്പൊ ഈ പറയുന്ന എല്ലാ വർഷവും ഈ പറയുന്ന ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്ന് അറിയാനും അതിനനുസരിച്ച് പ്രിക്കോഷൻ ഒക്കെ എടുക്കുന്ന ഇന്നത്തെ ആളുകൾ കൂടുതൽ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ അല്ലാതെ നമുക്ക് വല്ല പനിയോ മറ്റെന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് വരാം? ഈ പറയുന്ന പോലെ എക്സ്പെൻസസുകൾ വരാം അല്ലെ. അതൊക്കെയാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നതിന് മുൻപ് വരുന്ന ചെലവുകൾ, അതിനുള്ള കവറേജും ചില ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിലൂടെ ലഭിക്കുന്നുണ്ട്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓൾ മെഡിക്കൽ എക്സ്പെൻസസ് incurred before the patient is hospitalized up to a period specified earlier are covered in the insurance plan. എന്ന് കരുതിയിട്ട് നമ്മൾ ഹോസ്പിറ്റലൈസേഷന് മുൻപായിട്ട് വരുന്ന എല്ലാ മെഡിക്കൽ എക്സ്പെൻസ് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അതിനൊക്കെ ഒരു കാലയളവ് വയ്ക്കുന്നുണ്ട്. അപ്പൊ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് വരുന്ന എല്ലാ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ജീവിതകാലം മുഴുവനുള്ള എക്സ്പെൻസ് ഒന്നും അതിലൂടെ കവറേജ് കിട്ടില്ല. അതിനൊരു പർട്ടിക്കുലർ കാലയളവ് വെക്കും. ആ കാലയളവ് വരെയുള്ള അതിനുള്ള എക്സ്പെൻസുകൾ മാത്രമാണ് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, അതെന്നോട് പറയുന്നത് ഓൾ മെഡിക്കൽ എക്സ്പെൻസസ് ഇൻകർഡ് ബിഫോർ ദ പേഷ്യന്റ്, ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഒരു പ്രത്യേക കാലയളവ് വരെ കേട്ടോ. ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നതിന് മുൻപ് ഒരു പ്രത്യേക കാലയളവ് വരെ എന്നുള്ള മെഡിക്കൽ എക്സ്പെൻസുകൾക്കുള്ള കവറേജ് എന്തിലൂടെ ലഭിക്കുന്നുണ്ട്? ഇൻഷുറൻസ് പ്ലാനിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പൊ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉൾപ്പെടാം അതിനകത്ത്? എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കി? ദീസ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ്? ഡോക്ടർ കൺസൾട്ടേഷൻസ്, ഇടയ്ക്ക് ചിലപ്പോൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നുണ്ടാവാം അല്ലെ. എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് ഡോക്ടറിന്റെ കൺസൾട്ടേഷന് പോകുന്നുണ്ടാവാം. മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ അഡ്മിറ്റ് ആവണമെന്നൊന്നുമില്ല, ചിലപ്പോൾ ഒരു എക്സ്റേ എടുത്തോണ്ട് വരാൻ പറയാം, അല്ലെങ്കിൽ ഒരു CBC ടെസ്റ്റ് ചെയ്യാൻ പറയാം, ചിലപ്പോൾ ഒരു സ്കാൻ ചെയ്യാനൊക്കെ പറയാം. അപ്പൊ അങ്ങനെയുള്ള മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസിന് വരുന്ന ചെലവുകൾ അല്ലെ. അതുപോലെ പ്രൈമറി പ്രൊസീജിയർ, പ്രാഥമികമായിട്ട് ചെയ്യുന്ന ചില പ്രൊസീജിയർ, പ്രിവെന്റീവ് ആയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന ചില പ്രൊസീജിയറുകൾ ഉണ്ടായിരിക്കാം. പ്രിവെന്റീവ് സർജറികൾ ഉണ്ടായിരിക്കാം. എന്ന് വെച്ചാൽ വലിയ മേജർ സർജറികളൊന്നുമല്ല, പ്രിവെന്റീവ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്ന ചില സർജറികള്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ഇപ്പൊ ഈ പറയുന്ന ലാബ് ടെസ്റ്റുകള്, അല്ലെങ്കിൽ എക്സ്റേ, റേഡിയോളജി ടെസ്റ്റുകള്. പിന്നെ ഈ പറയുന്ന പോലെ മറ്റുള്ള എന്താണ് ഇവിടെ പറയുന്നുണ്ട് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, മെഡിസിൻസ്, മരുന്നുകൾക്കൊക്കെ നമുക്ക് ചെലവുകൾ വരും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കവറേജുകളൊക്കെ എന്തിലൂടെ ലഭിക്കാം? ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ലഭിക്കാം. അതാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് എന്താണ്? പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്തതിന് ശേഷം
ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പറയുന്ന പോലെ പല മെഡിക്കൽ എക്സ്പെൻസുകൾ വന്നേക്കാം അല്ലെ. ഇപ്പൊ ഒരു സർജറി ഒക്കെ കഴിഞ്ഞു, നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് ചിലപ്പോ ഒരു മാസം അല്ലെങ്കിൽ 2 വീക്സ് കഴിയുമ്പോൾ ഡോക്ടർ പറയും അല്ലെ, ഒന്നും കൂടെ ഒരു എന്താണ് ഫോളോ അപ്പിന്റെ ഭാഗമായിട്ട് ഒരു ടെസ്റ്റിങ് ചിലപ്പോൾ പറയാം അല്ലെ. അതുപോലെ മരുന്നുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് ആണ്. ഇത് പറഞ്ഞാല് all cost involved in patient care and medicines after a patient is discharged from the hospital up to a period specified earlier are included in the health care insurance. അവിടെ നമ്മൾ ഒരു കാലയളവ് വെക്കും കേട്ടോ. ഹോസ്പിറ്റലൈസേഷന് ശേഷം വരുന്ന എല്ലാ എക്സ്പെൻസ് എല്ലാ കാലത്തുമുള്ള എക്സ്പെൻസ് എന്നല്ല അവിടെ പറയുന്നത്. ഒരു പ്രത്യേക കാലയളവ് വരെ നമുക്ക് വരുന്ന എക്സ്പെൻസുകളൊക്കെ ഇതിലൂടെ കവർ ചെയ്യാനായിട്ട് പറ്റും. അതാണ് പറയുന്നത്. ഇപ്പൊ ഒരു പേഷ്യന്റിന്റെ പരിചരണം അല്ലെങ്കിൽ പേഷ്യന്റിന് കൊടുക്കുന്ന മെഡിസിൻസുകൾ അല്ലെ, ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം പേഷ്യന്റിന് വരുന്ന മെഡിസിൻസുകൾ, അതൊരു പ്രത്യേക കാലയളവ് വരെ ഉള്ള ചെലവുകൾക്ക് നമുക്ക് ഹെൽത്ത് കെയർ ഇൻഷുറൻസിലൂടെ പരിരക്ഷ ലഭിക്കുന്നുണ്ട്. ഓക്കെ, these consist of post hospitalization consultation, diagnostic test, medicines, therapy, drugs, etc. കണ്ടോ, ഇതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടാം? പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കൺസൾട്ടേഷൻ, ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് ചിലപ്പോൾ വീണ്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടി വന്നേക്കാം, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ വേണ്ടി വന്നേക്കാം, മെഡിസിൻസുകൾ വരാം, തെറാപ്പി മീൻസ് ട്രീറ്റ്മെന്റ്, ഡ്രഗ്സ്, അതിനൊക്കെയുള്ള ചെലവുകൾ ഇതിലൂടെ നമുക്ക് കവർ ചെയ്ത് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് കേട്ടോ, 4ാമത് വരുന്നത് ആംബുലൻസ് ചാർജസ് ആണ്. ഇത് എല്ലാ പ്ലാനിലും ഉണ്ടാവണമെന്നില്ല കേട്ടോ. നമ്മൾ എടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഓരോ പ്ലാനിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. അത് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ നോക്കുക, അടുത്തതാണ് ആംബുലൻസ് ചാർജസ് കേട്ടോ. Health insurance plan will also cover cost involved in shifting the patient to a hospital by an ambulance. ഇപ്പൊ നമുക്കൊരു ആംബുലൻസിലൂടെ രോഗിയെ നമുക്കൊരു ഹോസ്പിറ്റലിലോട്ട് എത്തിക്കണം അല്ലെ, അങ്ങനെയൊക്കെയുള്ള ചില പ്ലാനുകളിൽ നമുക്ക് ആംബുലൻസിന്റെ ചാർജസ് വരെ, അതിന്റെ എക്സ്പെൻസുകൾക്ക് വരെയുള്ള കവറേജുകൾ ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഷിഫ്റ്റിംഗ് എക്സ്പെൻസസ് ആംബുലൻസ് തന്നെ ആവണമെന്നില്ല, മറ്റേതെങ്കിലും പ്രൈവറ്റ് വാഹനങ്ങൾ വിളിച്ച് നമുക്ക് ചിലപ്പോ മിക്കവാറും ആംബുലൻസ് എന്നാണ് അവിടെ പറയുക കേട്ടോ. ആംബുലൻസ് ചാർജസിനൊക്കെ ആംബുലൻസിനൊക്കെ വരുന്ന എക്സ്പെൻസുകളും ചില ഇൻഷുറൻസ് പ്ലാനിലൂടെ നമുക്ക് കവറേജ് ലഭിക്കുന്നുണ്ട്. ഓക്കെ, 5ാമത്തെ വരുന്നത് ഡേ കെയർ ട്രീറ്റ്മെന്റ് ആണ്. അതാണ് ഡേ കെയർ ട്രീറ്റ്മെന്റ്. ദാറ്റ് മീൻസ് ദ ഹെൽത്ത് പ്ലാൻ വിൽ മീറ്റ് ദ കോസ്റ്റ് ഓഫ് ഓൾ പ്രൊസീജിയേഴ്സ് ആൻഡ് ട്രീറ്റ്മെന്റ്സ് undertaken as an inpatient in a hospital or a daycare facility for less than 24 hours. അതായത് 24 മണിക്കൂറിൽ താഴെ സമയത്തേക്ക് ഈ പറയുന്ന പോലെ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലോ അല്ലെങ്കിൽ ഒരു ഡേ കെയർ ഫെസിലിറ്റിയിലോ വരുന്ന ചികിത്സാ നടപടിക്രമങ്ങൾക്കുള്ള ചെലവുകളും എന്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ലഭിക്കുന്നുണ്ട്. പറഞ്ഞ മനസ്സിലായോ? 24 മണിക്കൂറിൽ താഴെ സമയത്തേക്ക് ഒന്നുകിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഡേ കെയർ ഫെസിലിറ്റിയിലൊക്കെ ഈ പറയുന്ന ചികിത്സാ നടപടിക്രമങ്ങൾക്കുള്ള ചെലവുകളും എന്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ലഭിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാല് നമ്മൾ അഡ്മിറ്റ് ആവുന്നില്ല അവിടെ. രാവിലെ പോയി നമുക്ക് വൈകുന്നേരം വേണമെങ്കിൽ വരാം. ഒരു ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന പേഷ്യന്റ് ആണെങ്കിൽ, അവരുടെ കേസല്ല, അപ്പൊ അത്ര സിവിയർ അല്ലാത്ത കേസുകളൊക്കെ ആണെങ്കിൽ രാവിലെ ഡയാലിസിസിന് പോകുന്നു, അല്ലെങ്കിൽ ഒരു വൈകുന്നേരം ആവുമ്പോഴേക്ക് അഡ്മിറ്റ് ആവണ്ട, അവർക്ക് എന്ത് ചെയ്യാം? തിരിച്ചു വീട്ടിലേക്ക് ഡയാലിസിസ് കഴിഞ്ഞ് വീട്ടിലോട്ട് വരാം അല്ലെ. അതുപോലെ കീമോ ചെയ്യുന്ന ആളുകള് അല്ലെ, അങ്ങനെയൊക്കെ എല്ലാവരുടെ എല്ലാ കേട്ടോ, ചില എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു 24 ഹവറിനുള്ളിൽ എന്ന് വെച്ചാൽ അവിടെ നമ്മൾ അഡ്മിറ്റ് ആവുന്നില്ല, ഡേ കെയർ ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു അടിസ്ഥാനത്തിൽ വരുന്ന ചെലവുകൾക്കുള്ള കവറേജുകളും എന്തിലൂടെ ലഭിക്കുന്നുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ലഭിക്കുന്നുണ്ട് കേട്ടോ. അതിന് ഡേ കെയർ ട്രീറ്റ്മെന്റ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, അടുത്തത് എന്താണ്? ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്. ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽത്ത് കവർ വിൽ ഗീവ് യു എ ലംസം എമൗണ്ട് ഡെയിലി ഇൻ കേസ് ഓഫ് ഹോസ്പിറ്റലൈസേഷൻ. അതായത് രോഗികള് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്ന സാഹചര്യത്തില് ഒരു നിശ്ചിത തുക ദിവസേന നൽകുന്ന അത്തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളും ഉണ്ട്. ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന സമയത്ത് ദിവസേന ഒരു നിശ്ചിത തുക, ലംസം എന്ന് പറയുമ്പോൾ ഒറ്റ തവണയായിട്ടാകും നമ്മൾ കൊടുക്കുന്നത്. ഒരു നിശ്ചിത തുക ദിവസേന ഒരു നിശ്ചിത 500 ആണ്, ഒരു ദിവസേന 500 രൂപ വെച്ച് അങ്ങനെ ഒരു എമൗണ്ട് ആയിട്ട് കൊടുക്കുന്ന അത്തരത്തിലുള്ള കവറേജുകളും ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിലൂടെ ലഭിക്കുന്നുണ്ട്. അതാണ് പറയുന്നത് ഹെൽത്ത് കവർ വിൽ ഗീവ് യു എ ലംസം എമൗണ്ട് ഡെയിലി ഇൻ കേസ് ഓഫ് ഹോസ്പിറ്റലൈസേഷൻ. അതായത് പേഷ്യൻസ് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ ദിവസേന ഒരു നിശ്ചിത തുക വീതം നൽകുന്ന അത്തരത്തിലുള്ള ഹെൽത്ത് കവറേജുകളും ഉണ്ട്. അടുത്തത് എന്താണ് വരുന്നത്? ഇൻകം ബെനിഫിറ്റ് ആണ്.
അതാണ് ഇൻകം ബെനിഫിറ്റ്. ഇൻകം ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ സം അഡ്വാൻസ്ഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് പ്രൊവൈഡ് എ ലംപ് സം ടു യുവർ ഫാമിലി ടു റീപ്ലേസ് ദ ലോസ്റ്റ് ഇൻകം ഫോർ ദ ഫാമിലി ഇൻ കേസ് ഓഫ് യുവർ ആബ്സെൻസ്. അതെല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസും കൊടുക്കുന്നില്ല. ചില അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകള് നിങ്ങളുടെ അഭാവത്തില് നിങ്ങളുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ട വരുമാനത്തിന് പകരമായിട്ട് ഒരു നിശ്ചിത തുക നൽകുന്നു. ആ രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് എന്തുണ്ട്, പ്ലാനുകളുണ്ട്. അതെല്ലാത്തിലും ഇല്ല കേട്ടോ. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളിൽ ഇപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിലെ വരുമാന മാർഗമാണ്, നമ്മളാണ് സോഴ്സ് ഓഫ് ഇൻകം എന്നിരിക്കട്ടെ. നമുക്കൊരു അസുഖം വന്നു, അല്ലെങ്കിൽ നമുക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു, നമുക്ക് ഇനി ഒരു ജോലി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ നമ്മളിലൂടെ വരുമാനം നഷ്ടപ്പെടുകയാണ് കുടുംബത്തിന്, അല്ലെ? അപ്പൊ നിങ്ങളുടെ അഭാവത്തില് നിങ്ങളുടെ വരുമാനത്തിന് നിങ്ങളുടെ അഭാവത്തിൽ നഷ്ടപ്പെട്ട വരുമാനത്തിന് പകരമായിട്ട് ഒരു നിശ്ചിത എമൗണ്ട് നൽകുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള കവറേജുകൾ കൊടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുണ്ട്. അപ്പൊ എല്ലാത്തിലും അല്ല, ചിലതിൽ മാത്രം. അപ്പൊ ഇത്രയുമാണ് നമ്മൾ അവിടെ പഠിക്കാനുള്ളത്. ഒരു ഹെൽത്ത് ഇൻഷുറൻസിലൂടെ പൊതുവെ കവർ ചെയ്തു പോകുക പരിരക്ഷകൾ നമുക്ക് ലഭിക്കുന്ന എന്തൊക്കെ എക്സ്പെൻസുകൾക്കുള്ള കവറേജുകൾ ലഭിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ കണ്ടത്. 7 പോയിന്റുകളാണ്. ഒന്ന് ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ, പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, ആംബുലൻസ് ചാർജസ്, ഡേ കെയർ ട്രീറ്റ്മെന്റ്, ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്, ഇൻകം ബെനിഫിറ്റ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? നിങ്ങൾക്ക് മനസ്സിലായോ? 7 പോയിന്റുകൾ ഓക്കെ ആണോ? അപ്പൊ നിങ്ങളോട് വേണമെങ്കിൽ ചോദിക്കാം, ഒരു ഹെൽത്ത് ഇൻഷുറൻസിലൂടെ കവർ ചെയ്തു പോകുന്ന എക്സ്പെൻസസുകൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ എടുത്ത് ചോദിക്കാം, ഏത് ഇൻഷുറൻസ് പ്ലാൻ ആണ് ഷിഫ്റ്റിംഗ് എക്സ്പെൻസസ് നിർവഹിക്കുന്നത്, അല്ലെങ്കിൽ 24 hours അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിനായിട്ടുള്ള എക്സ്പെൻസുകൾ തരുന്ന കവറേജ് ഏതാണ്, അല്ലെ? അല്ലെങ്കിൽ ദിവസേന ഒരു ലംസം, ഒരു നിശ്ചിത തുക വീതം നൽകുന്ന കവറേജ് ഏതാണ്? അങ്ങനെയൊക്കെ ചോദിക്കാം. 7ാമത്തെ പോയിന്റ് ഇൻകം ബെനിഫിറ്റ് ആണ്. ഇൻകം ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അഭാവത്തിന് നിങ്ങളുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ട വരുമാനത്തിന് പകരമായിട്ട് ഒരു നിശ്ചിത തുക. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലെ സോഴ്സ് ഓഫ് ഇൻകം ആണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, എനിക്കൊരു അപകടം പറ്റി, അല്ലെങ്കിൽ എനിക്കൊരു അസുഖം വന്നു, ഒരു ആക്സിഡന്റ് സംഭവിച്ചു, എനിക്ക് ഇനി ഒരു ജോലിക്ക് പോകാൻ പറ്റില്ല. എന്നിലൂടെ എന്റെ കുടുംബത്തിനുണ്ടായ വരുമാനം അവിടെ നിലയ്ക്കുകയാണ്. അപ്പൊ എന്താണ്, ഞാൻ ഇങ്ങനെ ഒരു ഇൻകം ബെനിഫിറ്റ് ലഭിക്കുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് എന്റെ ഫാമിലിക്ക് അത്ര രൂപ എന്റെ നഷ്ടപ്പെട്ട വരുമാനത്തിന് പരമായിട്ട് ഒരു ലംസം, ഒരു നിശ്ചിത തുക വീതം കൊടുക്കുന്ന തരത്തിലുള്ള കവറേജുകളുണ്ട്. ഇപ്പൊ മനസ്സിലായോ? ഓക്കെ ആണോ? കൃഷ്ണല്ലേ ചോദിച്ചേ? ഓക്കെ, ക്ലിയർ. അത്രയേ ഉള്ളൂ. ഞാനൊന്ന് വായിച്ചു നോക്കുക കേട്ടോ, എന്നിട്ട് നമുക്ക് അടുത്തേക്ക് നോക്കാം. ആ 7 പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. 7 പോയിന്റുകൾ എന്താണ്? ദാറ്റ് മീൻസ് എക്സ്പെൻസസ് കവേർഡ് ബൈ ദ ഹെൽത്ത് ഇൻഷുറൻസ്. അല്ലെ, ഹെൽത്ത് ഇൻഷുറൻസിലൂടെ കവർ ചെയ്ത് ലഭിക്കുന്ന ചെലവുകൾ എന്തൊക്കെയാണ് കേട്ടോ. വായിച്ചു നോക്കിക്കോ, നമുക്ക് അടുത്തേക്ക് നോക്കാം. ഓക്കെ ആണല്ലോ, അടുത്തേക്ക് പോവാലോ നമുക്ക്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ദ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കാം. IRDAI. അത് ആദ്യം പഠിക്കാം. ഫസ്റ്റ് നിങ്ങൾ അത് പഠിക്കാം. IRDAയുടെ ഫുൾ ഫോം എന്താണ്? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, that has a list of diseases or medical conditions that are not covered under the health insurance. Okay, അപ്പോ തൊട്ട് മുമ്പ് നമ്മൾ എന്താ പഠിച്ചത്? ഹെൽത്ത് ഇൻഷുറൻസിലൂടെ പൊതുവെ കവർ ചെയ്തു പോകുന്ന എക്സ്പെൻസസുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത്, ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹെൽത്ത് ഇൻഷുറൻസിലൂടെ കവറേജ് ലഭിക്കാത്ത ചില അസുഖങ്ങൾ അല്ലെങ്കിൽ ചില മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. അത് നമ്മുടെ IRDAI ലിസ്റ്റ് ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള ചില കണ്ടീഷൻസ്, അതായത് ഹെൽത്ത് ഇൻഷുറൻസിലൂടെ നമുക്ക് കവറേജ് ലഭിക്കാത്ത, പരിരക്ഷ ലഭിക്കാത്ത ചില മെഡിക്കൽ കണ്ടീഷൻസുകള്, ചില അസുഖങ്ങള് പ്രത്യേകം ആര് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്.
അതെന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ എന്താണ് IRDA എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ ഇന്ത്യയില് നമ്മുടെ ഇൻഷുറൻസ് ഇൻഡസ്ട്രിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ത് IRDAI എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ ഇന്ത്യയില് ഇൻഷുറൻസ് ഇൻഡസ്ട്രീനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് IRDAI എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസിലൂടെ കവറേജ് നമുക്ക് ലഭിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഒരു തരത്തിൽ ശരിക്കും അത് എന്താണ് നമ്മൾ മുന്നേ ഒരു ടേം പഠിച്ചത് ഓർമ്മയുണ്ടോ? എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞ് പഠിച്ചത് നിങ്ങൾ ഓർമ്മയുണ്ടോ? എക്സ്ക്ലൂഷൻ അതെന്താ? എക്സ്ക്ലൂഡ് ചെയ്യുന്നത് നമ്മൾ ഈ ഹെൽത്ത് ഇൻഷുറൻസിലൂടെ കവറേജ് കിട്ടാത്ത ചില കാര്യങ്ങൾ, അതായത് കവറേജിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള, ഒഴിവാക്കുന്നതിനാണ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യാന്ന് പറയാം അല്ലെ. അങ്ങനെയുള്ള എക്സ്ക്ലൂഷൻസ് ആണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ അതെന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണം. ഫസ്റ്റ് വൺ എന്താണ്? കോസ്മെറ്റിക് സർജറീസ്. അങ്ങനെയുള്ള ചെലവുകൾക്കൊന്നും ഹെൽത്ത് ഇൻഷുറൻസിൽ എന്ത് കൊടുക്കുന്നില്ല? കവറേജ് കൊടുക്കുന്നില്ല. നമ്മളിപ്പോ ഒരു കോസ്മെറ്റിക് സർജറി ചെയ്യാൻ പോവുകയാണ്, അതിന്റെ പേരിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ ആ കവറേജ് കിട്ടണം എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയില്ല. ഓക്കെ, കാര്യം എന്താ? ആലോചിച്ച് നോക്കിയേ, കോസ്മെറ്റിക് സർജറി എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ, നമ്മൾ ഭംഗി കൂട്ടാനൊക്കെ വേണ്ടി ചെയ്യുന്ന സർജറിയാണ്. അത് നമ്മുടെ ഒരു അത്യാവശ്യമാണോ? ശരിക്കല്ല അല്ലെ. ശരിക്കും നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് നമ്മളുടെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെ. കോസ്മെറ്റിക് സർജറി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഭംഗി കൂട്ടാൻ, അത് നമ്മുടെ അഡീഷണൽ പർപ്പസിനൊക്കെ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കവറേജ് ഇതിലൂടെ ലഭിക്കുന്നില്ല, ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ലഭിക്കുന്നില്ല. ഓക്കെ, കോസ്മെറ്റിക് സർജറീസ്. അതുപോലെ തന്നെ IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് കേട്ടോ. ഈ വന്ധ്യതാ ചികിത്സകളിൽ IVF, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, IVF ട്രീറ്റ്മെന്റ്, ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾക്കുള്ള അങ്ങനെയുള്ള എക്സ്പെൻസുകളൊന്നും നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ലഭിക്കുന്നില്ല കേട്ടോ. ഓക്കെ, അതൊക്കെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ പ്രഗ്നൻസി ആൻഡ് അബോർഷൻ കേട്ടോ, ഗർഭകാലത്തുള്ള ചെലവുകൾ, അങ്ങനെ അത് എല്ലാത്തിലും അല്ല കേട്ടോ. ഇപ്പൊ പുതിയ കുറെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഇതുണ്ട്. കൂടുതലും പ്രൈവറ്റിലൊക്കെ അങ്ങനെ കിട്ടും. ഇതിപ്പോ നമ്മുടെ IRDA ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളുണ്ട്. അതിലാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇപ്പൊ അല്ലാതെ നമ്മൾ പ്രൈവറ്റ് ഫേംസുകളുടെ ഒക്കെ ഇഷ്ടം പോലെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ, അതിലൊക്കെ നല്ല ഒരുപാട് കവറേജുകളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പറയുന്നത് IRDA, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ IRDA ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസിൽ കവറേജ് ലഭിക്കാത്ത കണ്ടീഷൻസ് മാത്രമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പൊ പ്രഗ്നൻസി, കാരണം ചിലവർ ചിന്തിക്കും ഞങ്ങൾ എടുത്ത ഹെൽത്ത് ഇൻഷുറൻസിൽ പ്രഗ്നൻസിക്കൊക്കെ ഉള്ളത് കിട്ടുന്നുണ്ടല്ലോ, ചിലപ്പോൾ ചില പ്രൈവറ്റ് ഫേംസിന്റെ ആയിരിക്കാം, അതിലൊക്കെ ചിലപ്പോൾ കൊടുക്കാം. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്തിട്ടുള്ളതില് കവറേജ് കിട്ടാത്തതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ പ്രഗ്നൻസി ആൻഡ് അബോർഷൻ കേസുകൾ, പ്രഗ്നൻസി അങ്ങനെ കിട്ടില്ല. അതുപോലെ നോക്കുക കേട്ടോ, മിസലേനിയസ് ചാർജസ്, മറ്റു പലവക ചാർജസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാന്ന് നോക്കിയേ, അവിടെ എഴുതിയിട്ടുണ്ട്. അതർ ചാർജസ് ലൈക്ക് രജിസ്ട്രേഷൻ ചാർജസ്, അഡ്മിഷൻ ഫീസ്, അതുപോലെ സർവീസ് ചാർജസ് കണക്റ്റഡ് വിത്ത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആർ നോട്ട് കവേർഡ് അണ്ടർ ദ സർട്ടൈൻ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് കണ്ടോ. അതായത് ഇപ്പൊ രജിസ്ട്രേഷൻ ചാർജുകൾ, അഡ്മിഷൻ ഫീസുകള്, പിന്നെ നമ്മളുടെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് ഈടാക്കുന്ന സർവീസ് ചാർജസ്, അതൊന്നും ഇത് ലഭിക്കില്ല, നമുക്ക് കവറേജ് ലഭിക്കുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഹെൽത്ത് സപ്ലിമെന്റ്സ്. നമ്മൾ ഈ വിറ്റമിൻസ് അങ്ങനത്തെയൊക്കെ കഴിക്കില്ലേ, ഹെൽത്ത് സപ്ലിമെന്റ്സ് ആണ്. ഓൾറെഡി ഹെൽത്ത് ഒക്കെ കുറച്ചും കൂടെ അത് അതിന്റെ സപ്ലിമെന്ററി ആയിട്ടൊക്കെ നമ്മൾ കഴിക്കുന്നത്. ഇപ്പൊ പ്രോട്ടീൻ ഷേക്കുകള്, ഓക്കെ, അല്ലെങ്കിൽ വിറ്റമിൻസ്, അങ്ങനെ മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ്സുകൾ, സിറപ്പുകൾ, അതൊക്കെ നമ്മുടെ ഹെൽത്ത് സപ്ലിമെന്റ്സ് ആണ്. അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള ചെലവുകൾക്കുള്ള കവറേജ് ഒന്നും എന്തിൽ ലഭിക്കില്ല, ഹെൽത്ത് ഇൻഷുറൻസിൽ ലഭിക്കുന്നില്ല കേട്ടോ. അതാണ് അവിടെ പറയുന്നത് ഹെൽത്ത് സപ്ലിമെന്റ്സ്. In India, health supplement expenses and protein shake expenses are not covered in health insurance. നമ്മുടെ ഇന്ത്യയില് ഈ പറയുന്ന ഹെൽത്ത് സപ്ലിമെന്റിനായിട്ടുള്ള ചെലവുകള്, പ്രോട്ടീൻ ഷേക്കുകള്, അതൊക്കെ ഹെൽത്ത് സപ്ലിമെന്റിനായിട്ട് നമ്മൾ കഴിക്കുന്നതാണ്. അത്തരത്തിലുള്ള എക്സ്പെൻസുകളൊന്നും ഹെൽത്ത് ഇൻഷുറൻസിലൂടെ നമുക്ക് എന്ത് ലഭിക്കുന്നില്ല, കവറേജ് ലഭിക്കുന്നില്ല. ഓക്കെ, അടുത്തത് പ്രത്യേകം ശ്രദ്ധിക്കാം, പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ്. പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ് അവിടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് മുൻപുണ്ടായിരുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക്, ആരോഗ്യ സാഹചര്യങ്ങൾക്ക്. എപ്പോ മുമ്പുണ്ടായിരുന്നത്, നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിന്, നമ്മളിപ്പോ ഇന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു, പക്ഷെ നമുക്ക് അതിനേ മുമ്പ് തന്നെ നമുക്ക് പല അസുഖങ്ങളും ഓൾറെഡി ഉള്ള ആൾക്കാരായിരുന്നു. നമ്മൾ ഇന്നൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുത്തു, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത്
നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുക്കുന്നതിന് മുൻപേ നമുക്ക് ഉണ്ടായിരുന്ന ചില അസുഖങ്ങൾക്കുള്ള കവറേജുകൾ നമുക്ക് എന്തിലൂടെ ലഭിക്കുന്നില്ല? ഹെൽത്ത് ഇൻഷുറൻസിലൂടെ നമുക്ക് ലഭിക്കുന്നില്ല. അവിടെ ശ്രദ്ധിക്കാം, നോക്കാം. ഡിസീസസ് which are existing earlier are not covered under health insurance right away. Right away എന്നുള്ള വാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ നമുക്ക് എടുക്കുന്നതിന് മുൻപുണ്ടായിരുന്ന ചില അസുഖങ്ങൾക്ക് നമുക്ക് ഉടനടി എന്ത് ലഭിക്കില്ല? പരിരക്ഷ ലഭിക്കില്ല. കിട്ടില്ല എന്നല്ല പറയുന്നത്, ഉടനടി കിട്ടില്ല. റൈറ്റ് അവേ മീൻസ് ഉടനടി നമുക്ക് എന്തില്ല, ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അത്തരത്തിലുള്ള ചില അസുഖങ്ങളുണ്ട്. ഓക്കെ, അതായത് സം പ്ലാൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുക്കുന്നതിന് മുൻപേ നമുക്ക് ഉണ്ടായിരുന്ന ചില അസുഖങ്ങൾക്ക്, എല്ലാത്തിനും അല്ല പറയുന്നത്, ചില അസുഖങ്ങൾക്ക് നമുക്ക് എന്ത് ലഭിക്കില്ല? ഉടനടി പരിരക്ഷ ലഭിക്കില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ പറയാണ്, എനിക്കിപ്പോ ഒരു BP ഉണ്ടായിരുന്നു, ഞാനൊരു BP പേഷ്യന്റ് ആണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, കാലങ്ങളായിട്ട് ഞാൻ BP പേഷ്യന്റ് ആണ്, എനിക്ക് ബ്ലഡ് പ്രഷർ ഉള്ള ഒരാളാണ്. ഞാൻ എന്ത് ചെയ്യാണ്? ഇന്ന് ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണ്. അപ്പൊ ഞാൻ ഇനി വിചാരിക്കുകയാണ്, ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് ഇന്ന് തൊട്ട് നാളെ എനിക്ക് BP സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് വന്നാൽ ഈ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ വെച്ച് എനിക്ക് എന്ത് ലഭിക്കുക? അതിന്റെ എക്സ്പെൻസുകളൊക്കെ കവർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത് തെറ്റാണ്. കാര്യം എന്താന്ന് വെച്ചാൽ എനിക്ക് ഉടനടി എന്ത് ലഭിക്കില്ല? അതിനുള്ള കവറേജ് ലഭിക്കില്ല. കിട്ടില്ല എന്നല്ല പറയുന്നത്, ഉടനടി കിട്ടില്ല. ചില അസുഖങ്ങൾക്ക് അവർ എന്ത് വെക്കും? ഒരു വെയിറ്റിംഗ് പീരീഡ് വെക്കും. എന്ത് വെക്കും? ഒരു വെയിറ്റിംഗ് പീരീഡ് വെക്കും. എന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ? കാത്തിരിപ്പ് സമയമാണ്. എന്ന് പറഞ്ഞാൽ ചില അസുഖങ്ങൾക്ക് നമ്മൾ ആ പ്ലാൻ എടുത്ത ഉടനടി നമുക്ക് പരിരക്ഷ ലഭിക്കില്ല. അതിന് നമ്മൾ ഒരു വെയിറ്റിംഗ് പീരീഡ് വെക്കും. ആ ഒരു വെയിറ്റിംഗ് പീരീഡില് നമുക്ക് ഒരിക്കലും അത്തരം അസുഖങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെയോ ആ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ പറഞ്ഞ അസുഖങ്ങൾക്ക് എന്ത് ലഭിക്കും? കവറേജ് ലഭിക്കും. ഇപ്പൊ മനസ്സിലായോ? അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഉടനടി നമുക്ക് കിട്ടില്ല, ഉടനടി കിട്ടില്ല. ഇപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ BP ഉണ്ടായിരുന്ന എനിക്ക് ഞാൻ എടുത്തു, പക്ഷെ എനിക്ക് ഉടനടി കിട്ടില്ല. അതിനൊരു BPക്ക് എനിക്കൊരു വെയിറ്റിംഗ് പീരീഡ് വെച്ചിട്ടുണ്ട്. 2 വർഷം ഒരു വെയിറ്റിംഗ് പീരീഡ് വെച്ചിട്ടുണ്ട്. ആ ഒരു 2 വർഷ കാലയളവില് എനിക്ക് BP സംബന്ധമായിട്ട് എന്ത് ഇഷ്യൂസ് വന്നാലും എനിക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസ് വെച്ച് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതേസമയം 2 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് BP സംബന്ധമായിട്ട് ഇഷ്യൂസ് വരികയാണെങ്കിൽ ഓക്കെ ഫൈൻ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഹെൽത്ത് ഇൻഷുറൻസ് വെച്ച് എനിക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായോ? പറഞ്ഞ കാര്യം ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഡിസീസസ് വിച്ച് ആർ എക്സിസ്റ്റിംഗ് ഏർലിയർ ആർ നോട്ട് കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ് റൈറ്റ് അവേ. ചില അസുഖങ്ങൾക്ക് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ഉടനടി തന്നെ നമുക്ക് പരിരക്ഷ ലഭിക്കില്ല. ഓക്കെ, സം പ്ലാൻസ് ഡു നോട്ട് പ്രൊവൈഡ് കവർ ഫോർ ഹൈ ബ്ലഡ് പ്രഷർ ആൻഡ് ഡയബറ്റീസ് വൈൽ മെനി അതേഴ്സ് ഡു. എല്ലാത്തിനും അല്ല പറയുന്നത് കേട്ടോ. ചില ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിൽ ഇപ്പോ ഈ പറയുന്ന ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, അതൊക്കെ ചിലപ്പോൾ നമുക്ക് നേരത്തെ ജീവിതശൈലി രോഗങ്ങളാണ്. പ്ലാൻ എടുക്കുന്നതിന് മുമ്പേ കാലങ്ങളായിട്ടൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. അത്തരം അസുഖങ്ങൾക്കൊന്നും ഉടനടി എന്ത് ലഭിക്കില്ല? പരിരക്ഷ ലഭിക്കില്ല. പക്ഷെ ചിലതിന് കൊടുക്കൂട്ടാ, ചിലതിന് കൊടുക്കും, അങ്ങനെയുണ്ട്. അപ്പൊ നോക്കുക, ദ ഇൻഷുറർ മീൻസ് നമ്മൾ ടേം പരിചയപ്പെട്ടതാണ്, കമ്പനിയാണ്. ഓക്കെ, ദ ഇൻഷുറർ വിൽ പ്രൊവൈഡ് എ ഡ്യൂറേഷൻ ആഫ്റ്റർ വിച്ച് ദ ക്ലെയിംസ് ഫോർ ദ പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ് ക്യാൻ ബി മെയ്ഡ്. ആ ഒരു ഡ്യൂറേഷനെയാണ് നമ്മൾ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇൻഷുറർ, അതായത് കമ്പനി എന്ത് ചെയ്യും? അതിന് ചില ഒരു ഡ്യൂറേഷൻ വെക്കും. ദാറ്റ് മീൻസ് ഒരു എന്ത് വെക്കും? ഒരു വെയിറ്റിംഗ് പീരീഡ് വെക്കും അല്ലെ. അതായത് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഹെൽത്ത് കണ്ടീഷൻസിന് ചില ഒരു വെയിറ്റിംഗ് പീരീഡ് അവർ വെക്കും. ആ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞു മനസ്സിലായില്ല. ആ വെയിറ്റിംഗ് പീരീഡില് കഴിഞ്ഞിട്ടേ നമുക്ക് അതിന് വേണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ആ വെയിറ്റിംഗ് പീരീഡ് മുഴുവൻ നമ്മൾ അവിടെ കാത്തിരിക്കണം. അതിന് നമുക്ക് കവറേജ് കിട്ടില്ല. പക്ഷെ അത് ഒരു നിശ്ചിത കാലയളവായിരിക്കും ഒരു വെയിറ്റിംഗ് പീരീഡ് വെക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്തരം അസുഖങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ? നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. ദ വെയിറ്റിംഗ് പീരീഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻഷുറർ ആൻഡ് ക്യാൻ ബി ബിറ്റ്വീൻ 12 to 48 months കേട്ടോ. ഓക്കെ, ഈ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയാൻ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അത് ഓരോ കമ്പനിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഒരു ഇൻഷുറൻസ് കമ്പനി ഓരോന്നിന് വെയിറ്റിംഗ് പീരീഡ് വെക്കുന്നത് വ്യത്യാസം ഉണ്ടാവും. ചില കമ്പനി 2 വർഷമാകും, ചിലത് 4 വർഷമാകും, ചിലത് 3 വർഷമാകും. അത് ഓരോ കമ്പനിക്ക് അനുസരിച്ചും വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ വെയിറ്റിംഗ് പീരീഡ് പൊതുവെ എത്ര നാളാണ്? അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ദാറ്റ് ബിറ്റ്വീൻ 12 to 48 months ആണ് കേട്ടോ. 12 തൊട്ട് 48 മാസം. ശരിക്കും പറഞ്ഞ 1 വർഷം തൊട്ട് 4 വർഷ കാലയളവ് വരെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാകാമെന്നാണ് പറയുന്നത് കേട്ടോ. ജനറലി ആണ് പറയുന്നത്. അത് ഓരോ കമ്പനിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. ജനറലി എത്രയാണ്? 12 to 48 months ആണ്. ഓക്കെ, ക്ലിയർ.
അടുത്തത് എന്താണ്? സെൽഫ് ഹാം അല്ലെ? അത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. സെൽഫ് ഹാം നമ്മൾ സ്വമേധയാ ഉണ്ടാകുന്ന പരിക്കുകള് അല്ലെങ്കിൽ ഇഞ്ചുറീസിന് ഒരിക്കലും നമുക്ക് എന്ത് ലഭിക്കില്ല? കവറേജ് ലഭിക്കില്ല. ആത്മഹത്യ ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ ആ രീതിയിൽ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ആത്മഹത്യ ചെയ്യുക, ആ രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടില്ല? കവറേജ് കിട്ടില്ല. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് സെൽഫ് ഹാം. ഓക്കെ, ഹെൽത്ത് ഇൻഷുറൻസ് ആൾസോ ഡസ് നോട്ട് കവർ any injuries or medical issues arising from a person that causes themselves harm. അതായത് സ്വമേധയാ ഉണ്ടാക്കുന്ന, സ്വയം ഉണ്ടാക്കുന്ന പരിക്കുകൾക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന മുറിവുകൾക്കോ ഒരു കാരണവശാലും ഹെൽത്ത് ഇൻഷുറൻസിൽ എന്ത് ലഭിക്കില്ല? കവറേജ് ലഭിക്കില്ല. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് IRDA ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള കണ്ടീഷൻസ് ആണ്. ഇതൊക്കെയാണ് കോസ്മെറ്റിക് സർജറീസ്, IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, പ്രഗ്നൻസി ആൻഡ് അബോർഷൻ, മിസ്സലേനിയസ് ചാർജസ്, ഹെൽത്ത് സപ്ലിമെന്റ്സ്, അതുപോലെ തന്നെ പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ്, സെൽഫ് ഹാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ഡിസീസ് നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ 3 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ ആളുകൾ ലെഫ്റ്റ് ആയി പോകുന്നുണ്ടല്ലോ, എന്താണ് കാര്യം? നമുക്ക് 2 മണിക്കൂർ ക്ലാസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. പിന്നെ എന്ത് പറ്റി? ഒരു 3 o'clock ഒക്കെ ആകുമ്പോൾ മിക്കവാറും ഒട്ടുമിക്കവരും ലെഫ്റ്റ് ആയി പോകുന്നുണ്ട്. എന്താണത്? ഫസ്റ്റത്തെ അവറിൽ കയറുന്നുണ്ട് അല്ലെ? ഓക്കെ, സെക്കൻഡ് അവർ ഒക്കെ ആകുമ്പോൾ ഒരു 3 o'clock ആകുമ്പോൾ എല്ലാവരും ലെഫ്റ്റ് ആയി പോകുന്നത്. എന്താണ് ഇഷ്യൂ? ഇതിന് പ്രശ്നം ഉണ്ടാവും? അതോ ക്ലാസ്സും എടുത്തിട്ടാണോ? എന്തായാലും ഒരു ഡേയിൽ 2 അവർ ക്ലാസ് വരുന്നുള്ളൂ. അപ്പൊ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഓക്കെ, പല കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ കുട്ടികളെയൊക്കെ കൊണ്ടുവരാൻ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, അതറിയാം. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, പലപ്പോഴും ഞാൻ കാണാറുണ്ട്, അത് ചോദിക്കാണ്. ഇപ്പൊ സെക്കൻഡ് അവർ എടുക്കുന്ന മിക്ക ക്ലാസ്സുകളിലും അങ്ങനെ ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. വളരെ കുറച്ച് ബാച്ചസിൽ മാത്രമാണ് ഫുൾ അവർ ഇരിക്കുന്നവര് ഉള്ളൂ. നമ്മള് കേറുമ്പോ കുറച്ച് പേരുണ്ടാവും, പക്ഷെ 3 o'clock ആകുമ്പോ ഒറ്റയടിക്ക് ലെഫ്റ്റേക്ക് പോകുന്നുണ്ട്, കാണുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചപ്പോ. അപ്പൊ നോക്കുക, നെക്സ്റ്റ് വരുന്നതാണ് ഡിസീസ് നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ് കേട്ടോ. ഓക്കെ, നമ്മൾ ഈ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്, അതൊരു കാലയളവാണ്, ഒരു കാത്തിരിപ്പ് സമയമാണ്. അവിടെ നമുക്ക് എന്ത് ലഭിക്കില്ല? ചില അസുഖങ്ങൾക്ക് നമുക്ക് ക്ലെയിം ഉന്നയിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അത് അണ്ടർസ്റ്റുഡ് ആണ്. ആ ഒരു കാലയളവ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അത്തരം അസുഖങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കൂ. അങ്ങനെയുള്ള കുറച്ച് അസുഖങ്ങൾ നമുക്ക് പരിചയപ്പെടാനുണ്ട്, അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ചോദിച്ചിട്ടുണ്ട് ഡിസീസ് നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ് സമയത്ത് കവർ ചെയ്യപ്പെടാത്ത അസുഖങ്ങൾ. വെയിറ്റിംഗ് പീരീഡ് സമയത്ത് കവർ ചെയ്യപ്പെടാത്ത അസുഖങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. നോക്കാം. Even though most health insurance plans cover a vast majority of diseases, there are some kinds of illnesses which are not covered for the first few years. Given below is the list of diseases which are not covered under health insurance but come with a waiting period. അതായത് വെയിറ്റിംഗ് പീരീഡ് ഉള്ള അസുഖങ്ങളാണ്. വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുമ്പോൾ അറിയാലോ, ആ ഒരു കാലയളവില് നമ്മൾ ഈ പറയുന്ന അസുഖങ്ങൾക്ക് ഉടനടി എന്ത് ലഭിക്കില്ല? പരിരക്ഷ ലഭിക്കില്ല. അതിന്റെ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് അല്ലെ? ആ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അസുഖങ്ങൾക്കുള്ള കവറേജുകൾ നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പൊ ഏതൊക്കെ അസുഖങ്ങളാണെന്നൊന്ന് നോട്ട് ചെയ്ത് വെച്ചേ. ഫസ്റ്റ് വൺ എന്താണ്? ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ അൾസേഴ്സ്. ഇതാണ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ അൾസേഴ്സ് കേട്ടോ. ഓക്കെ, നമ്മൾ ഇൻറ്റസ്റ്റൈനൽ ആയിട്ടൊക്കെ വരുന്ന, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ആയിട്ടൊക്കെ വരുന്ന അൾസറുകള്, അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊന്നും നമുക്ക് ഉടനടി കിട്ടില്ല കേട്ടോ, വെയിറ്റിംഗ് പീരീഡിലുള്ള അസുഖങ്ങളാണ്. അതുപോലെ തന്നെ എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല. ഏത് തരത്തിലുള്ള ഫിസ്റ്റുല മീൻസ് അബ്നോർമൽ ആയിട്ടുള്ള കണക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പൾസ് ഫിസ്റ്റുല എന്നുള്ള ഫിസ്റ്റുല മാത്രമല്ല, ഫിസ്റ്റുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ എന്താണ്? അബ്നോർമൽ ആയിട്ട് ഉണ്ടാകുന്ന ചില കണക്ഷൻസുകളാണ്. അതായത് നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഉള്ള നോർമൽ ആയിട്ട് വരുന്ന കണക്ഷൻസ് അല്ല, അല്ലാണ്ടൊക്കെ വരുന്ന കണക്ഷൻസുകളിലൂടെ അങ്ങനെ വരില്ലേ, അതിനെയാണ് നമ്മൾ ഫിസ്റ്റുല എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല, ഏത് തരത്തിലുള്ള ഫിസ്റ്റുലാലും. അതുപോലെ തന്നെ അടുത്തതാണ് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി, അഥവാ BPH എന്നാണ് പറയുക കേട്ടോ. എന്താണ് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി? അത് എന്താണെന്നൊന്നും നിങ്ങളോട് ചോദിക്കില്ല, പക്ഷെ ഇത് പുരുഷന്മാരിൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് കേട്ടോ. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട അസുഖമാണ്. പ്രോസ്ട്രേറ്റ് വീക്കം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഒരു 40 വയസ്സൊക്കെ കഴിയുന്ന പുരുഷന്മാരില് മിക്കവാറും പ്രോസ്ട്രേറ്റ് സംബന്ധമായിട്ടുള്ള ഇൻഫ്ലമേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഒരു 10% എന്തായിരിക്കും? ഒരു 90% നോൺ ക്യാൻസറസ് ആയിരിക്കും. ക്യാൻസറസ് അല്ലാത്ത വീക്കങ്ങളായിരിക്കും. പക്ഷെ അല്പമെങ്കിലും 10% എങ്കിലും എന്താവാം?
പറയുന്ന ക്യാൻസറസ് ആയിട്ടുള്ള പ്രോസ്ട്രേറ്റ് ഇൻഫ്ലമേഷൻ ആവാം. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബിനൈൽ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി എന്ന് പറഞ്ഞിട്ട് ക്യാൻസറസ് അല്ലാത്തതാണ് കേട്ടോ. ക്യാൻസറസ് അല്ലാത്ത ഈ പറയുന്ന പ്രോസ്ട്രേറ്റ് ഇൻഫ്ലമേഷൻ ഓഫ് ദ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്. അതെവിടെയാ വരുന്നത്? പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് ബിനൈൽ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി അഥവാ BPH എന്ന് പറയുന്നത് കേട്ടോ. നോൺ ക്യാൻസറസ് ആയിട്ടുള്ള നല്ലത് 10% സാധ്യതയുള്ളൂ. 90% എന്തായിരിക്കും? നോൺ ക്യാൻസറസ് ആയിട്ടുള്ള പ്രോസ്ട്രേറ്റ് ഇൻഫ്ലമേഷൻസ് ആയിരിക്കും കേട്ടോ. അപ്പൊ അതിനെയാണ് നമ്മൾ ബിനൈൽ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഹെമറോയിഡ്സ് ആൻഡ് പൈൽസ്. ഓക്കെ, ഹെമറോയിഡുകള്, പൈൽസ് ഇങ്ങനെയുള്ള അസുഖങ്ങള്. അതുപോലെ തന്നെ ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിങ്. ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിങ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് പ്രഗ്നൻസി അതുപോലെ ഈ പറയുന്ന പോലെ ഇൻഫെക്ഷൻ അതുമൂലം ഉണ്ടാകുന്ന ബ്ലീഡിങ് അല്ല കേട്ടോ. അതല്ലാത്ത ബ്ലീഡിങ്, പ്രഗ്നൻസിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷന്റെ ഭാഗമായിട്ടൊക്കെ യൂട്രൈൻ ബ്ലഡ് ബ്ലീഡിങ് സംഭവിക്കാം. അതല്ല ഉദ്ദേശിക്കുന്നത്. അതൊഴികെ കേട്ടോ. പ്രഗ്നൻസി അതുപോലെ തന്നെ ഇൻഫെക്ഷൻ ഒഴികെയുള്ള കാരണങ്ങൾ കൊണ്ട് വരുന്ന യൂട്രൈൻ ബ്ലീഡിങ്, അബ്നോർമൽ ആയിട്ടുള്ള ബ്ലീഡിങ് കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിങ്. അതുപോലെ കാറ്ററാക്ട്, തിമിര ശസ്ത്രക്രിയകളൊക്കെ ഇല്ലാത്ത, പിന്നെ ഹെർണിയ, കുടലിറക്കം എന്നൊക്കെ നമ്മൾ പറഞ്ഞു, ഡയാലിസിസ് പറഞ്ഞതാണ് ഹെർണിയ. അതുപോലെ തന്നെ അഡിക്ഷൻ ട്രീറ്റ്മെന്റ്, ഈ ആൽക്കഹോളിസം, ഡ്രഗ്സ്, അതിന്റെയൊക്കെ അഡിക്ഷൻ ട്രീറ്റ്മെന്റുകള്. അതുപോലെ തന്നെ ഡെന്റൽ ട്രീറ്റ്മെന്റ് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അൺലെസ് ദ ഡെന്റൽ ഇഞ്ചുറി റിസൾട്ട്സ് ഫ്രം ആൻ ആക്സിഡന്റ് കേട്ടോ. അതായത് ആക്സിഡന്റ് ഒഴികെയുള്ള ഡെന്റൽ ട്രീറ്റ്മെന്റ്സ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ആക്സിഡന്റ് മൂലം ഉണ്ടാകുന്ന ഡെന്റൽ ട്രീറ്റ്മെന്റിനൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ ആക്സിഡന്റ് ഒഴികെയുള്ള ഡെന്റൽ ഇഞ്ചുറീസിനൊന്നും എന്ത് ലഭിക്കുന്നില്ല? കവറേജ് ലഭിക്കുന്നില്ല കേട്ടോ. ആക്സിഡന്റ് മൂലം ഉണ്ടാകുന്നതിന് ലഭിക്കും. അല്ലാതെ നമ്മൾ ആക്സിഡന്റ് അല്ലാതെ നമ്മൾ ഡെന്റൽ ട്രീറ്റ്മെന്റ് ഒക്കെ റൂട്ട് കനാലൊക്കെ ചെയ്യാം, അതൊന്നും ആക്സിഡന്റിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതല്ല. അങ്ങനെയുള്ളതിനൊന്നും കവറേജ് കിട്ടില്ല. ആക്സിഡന്റ് മൂലം ഇപ്പൊ നമുക്ക് പല്ല് നഷ്ടപ്പെടുക അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരികയാണെങ്കിൽ അതിനൊക്കെയുള്ള കവറേജുകൾ നമുക്ക് ലഭിക്കാം. ഓക്കെ, അത് പ്രത്യേകം നോട്ട് ചെയ്യാം. അതുപോലെ തന്നെ ജനറ്റിക് ഡിസീസ് ഓർ കൺജെനിറ്റൽ കണ്ടീഷൻ, ജനിതകമായിട്ടുണ്ടാകുന്ന അസുഖങ്ങള്. കൺജെനിറ്റൽ എന്ന് പറഞ്ഞാൽ ബൈ ബർത്ത്, ജന്മനാ ഉണ്ടാകുന്ന ചില അസുഖങ്ങള്, കണ്ടീഷൻസുകള്. ഓക്കെ, അതിനൊക്കെ എന്തുണ്ട്? വെയിറ്റിംഗ് പീരീഡ് വെക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു നിശ്ചിത കാലയളവ് വരെ അതിന് എന്ത് കിട്ടില്ല? കവറേജ് കിട്ടില്ല. പക്ഷെ ആ ഒരു വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞാൽ എന്ത് കിട്ടും? കവറേജ് ലഭിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന മാത്രം പഠിക്കാം കേട്ടോ. ഗാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ അൾസർ, എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല, ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി, ഹെമറോയിഡ്സ് ആൻഡ് പൈൽസ്, ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിങ്, കാറ്ററാക്ട്, ഹെർണിയ, അഡിക്ഷൻ ട്രീറ്റ്മെന്റ്, ഡെന്റൽ ട്രീറ്റ്മെന്റ്, ജനറ്റിക് ഡിസീസ് ഓഫ് കൺജെനിറ്റൽ കണ്ടീഷൻസ്. ഓക്കെ ആണോ? മനസ്സിലായോ? ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് കേട്ടോ. അതായത് പല ടൈപ്പ് ഹെൽത്ത് ഇൻഷുറൻസുകൾ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഹെൽത്ത് ഇൻഷുറൻസ് തന്നെ പല ടൈപ്പ് ഓഫ് പോളിസികൾ ഉണ്ട്. ഓരോ പോളിസിക്ക് അനുസരിച്ചും അവർ കവറേജ് കൊടുക്കുന്ന എക്സ്പെൻസുകളൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് നമുക്കറിയാം. ഇനി നമ്മൾ പഠിക്കുന്നത് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസ് തന്നെ പല ടൈപ്പുകളുണ്ട്. പല ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്. അതിനകത്തെ നമുക്കൊരു 5 എണ്ണമാണ് പഠിക്കാനുള്ളത് കേട്ടോ. 5 എണ്ണം. ഓക്കെ, ഒന്നാമത്തത് ഹോസ്പിറ്റലൈസേഷൻ കവർ. ഓക്കെ, രണ്ടാമത്തത് ഹോസ്പിറ്റൽ ക്യാഷ് കവർ. മൂന്നാമത്തത് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. നാലാമത്തത് പേഴ്സണൽ ആക്സിഡന്റ് കവർ. അഞ്ചാമത്തത് ടോപ്പ് അപ്പ് കവർ. കിട്ടിയോ? 5 എണ്ണമാണ് കേട്ടോ. ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് 5 എണ്ണമാണ്. ഒന്ന് ഹോസ്പിറ്റലൈസേഷൻ കവർ, 2 ഹോസ്പിറ്റൽ ക്യാഷ് കവർ, അടുത്തത് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ, പേഴ്സണൽ ആക്സിഡന്റ് കവർ ആൻഡ് ടോപ്പ് അപ്പ്. ഓക്കെ, ക്ലിയർ? ഇത്രയാണ് വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ഹോസ്പിറ്റലൈസേഷൻ കവർ ആണ് കേട്ടോ. ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹോസ്പിറ്റലൈസേഷൻ കവർ പ്രൊവൈഡ്സ് the insured a cover for all the expenses arising out of hospitalization owing to treatment
നീഡഡ് ഫോർ ഇൽനെസ് ഓർ ആക്സിഡന്റ്. ഒന്നുമില്ല, അതായത് അസുഖം വന്ന് അല്ലെങ്കിൽ ആക്സിഡന്റ് മൂലമൊക്കെ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ ഈ പറയുന്ന പോളിസി ഹോൾഡർക്ക് അല്ലെങ്കിൽ ഇൻഷുർഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് എല്ലാ ട്രീറ്റ്മെന്റിനുള്ള എക്സ്പെൻസുകളും നൽകുന്ന ഒരു ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഹോസ്പിറ്റലൈസേഷൻ കവർ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ, ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ അല്ലെ, ആക്സിഡന്റോ ഇല്ലൻസോ പോലെ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ വരുന്ന എല്ലാ മെഡിക്കൽ എക്സ്പെൻസുകൾക്കുള്ള കവറേജ് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ആൻ ഇൻഡെമിനിറ്റി കവർ. ഇതൊരു നഷ്ടപരിഹാര കവറേജ് ആണ്. കാര്യം വിച്ച് എൻഷുവേഴ്സ് മേക്കിംഗ് ഗുഡ് ഫോർ ദ ലോസ് ദ ഇൻഷുർഡ് ഈസ് സഫറിംഗ് ഫ്രം. അതായത് ഈ പറയുന്ന ഇൻഷുർഡിന്, പോളിസി ഹോൾഡർക്ക് അവർക്ക് സംഭവിച്ചിട്ടുള്ള നഷ്ടത്തിന് ഉള്ളൊരു പരിഹാരം, ഒരു നഷ്ടപരിഹാരമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഓക്കെ, all the expenses are met based on the details mentioned on required bills and hospital documents. Each cover comes with its own coverage, exclusion and limitations. അപ്പൊ നമ്മളിവിടെ എല്ലാ എക്സ്പെൻസസുകളും, നമ്മൾ ഈ പറയുന്ന ബില്ലുകള്, ഹോസ്പിറ്റൽ ഡോക്യുമെന്റ്, അതുപോലെ തന്നെ ബില്ലുകള്, അതിന്റെ ഡീറ്റെയിൽസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന എക്സ്പെൻസുകൾക്കുള്ള കവറേജ് കൊടുക്കുന്നത്. അതായത് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ ഹോസ്പിറ്റൽ ബില്ലുകളും ഹോസ്പിറ്റൽ ഡോക്യുമെന്റ്സുകളൊക്കെ അനുസരിച്ചുകൊണ്ട് അതിൽ എത്രയൊക്കെ എക്സ്പെൻസുകളൊക്കെ വന്നിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസിനെയൊക്കെ എന്താണ് ഉൾപ്പെടുത്തിക്കൊണ്ട്, അതിന്റെ ഡീറ്റെയിൽസിനെയൊക്കെ അനലൈസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു എക്സ്പെൻസ് അവർക്ക് കവറേജ് കൊടുക്കുന്നത് കേട്ടോ. അത് മാത്രമല്ല, ഓരോ കവറേജിലും അതിൻ്റെതായ ഈ പറയുന്ന ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും, എക്സ്ക്ലൂഷൻസ് ഉണ്ടായിരിക്കും കേട്ടോ. എല്ലാത്തിനും ഉണ്ടാവും. ഏത് കവറേജ് നമ്മൾ ഏതൊരു പോളിസി എടുക്കുകയാണെങ്കിലും കവറേജ് കിട്ടുന്ന കാര്യങ്ങളുണ്ട്, എക്സ്ക്ലൂഷൻ ഉണ്ട്, ഓരോന്നിനും അതിൻ്റെതായ എക്സ്ക്ലൂഷൻസ് ഉണ്ടാവും, ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും, ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ വരുന്ന എല്ലാ മെഡിക്കൽ എക്സ്പെൻസുകൾക്കുള്ള കവറേജ് തരുന്ന ഒരു ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ കേട്ടോ. ശ്രദ്ധിക്കാം, ഹോസ്പിറ്റൽ ക്യാഷ് കവർ, ഇതെല്ലാം ഓരോന്നിലും ഓരോരോ വ്യത്യാസങ്ങളുണ്ട്. ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റൽ ക്യാഷ് കവർ അറ്റൻഡ്സ് ടു ദോസ് എക്സ്പെൻസസ് വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ എ പ്യുവർ ഹോസ്പിറ്റലൈസേഷൻ കവർ. അണ്ടർലൈൻ ചെയ്ത് വെച്ച് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്മളിപ്പോ തൊട്ട് മുൻപ് പറഞ്ഞത് എന്താണ്? ഹോസ്പിറ്റലൈസേഷൻ കവർ ആണ്. ആ ഹോസ്പിറ്റലൈസേഷൻ കവറില് എന്താണ്? പരിരക്ഷ ലഭിക്കാത്ത, കവർ ചെയ്യപ്പെടാത്ത ചെലവുകൾക്കുള്ള ആ ഒരു പരിരക്ഷയാണ് എന്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്? ഹോസ്പിറ്റൽ ക്യാഷ് കവറിലൂടെ ലഭിക്കുന്നത്. ചെറിയൊരു വാക്കിന്റെ വ്യത്യാസമുള്ളൂ. ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ വരുന്ന എക്സ്പെൻസുകളാണ്. ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റലൈസേഷൻ കവറേജില് നമുക്ക് ലഭിക്കാത്ത എക്സ്പെൻസസുകൾക്കുള്ള കവറേജ് തരുന്നത് ഒന്നാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുന്നത്. അതെന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയത് എന്തൊക്കെയായിരിക്കും? നോൺ മെഡിക്കൽ എക്സ്പെൻസസ് ആയിരിക്കും അല്ലെ. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്, നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്നുണ്ട് അല്ലെ. ഇനി നമ്മൾ അതുപോലെ മറ്റു പല ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലെ. അതൊക്കെ എന്താണ്? നോൺ മെഡിക്കൽ എക്സ്പെൻസസ് ആണ്. മെഡിക്കൽ സംബന്ധമായിട്ടുള്ള എക്സ്പെൻസ് അല്ല, അതല്ലാതെ വരുന്ന എക്സ്പെൻസുകളാണ്. അപ്പൊ അതിനുള്ള കവറേജുകൾ നമുക്ക് എന്തിലൂടെ ലഭിക്കും? ഹോസ്പിറ്റൽ ക്യാഷ് കവറിലൂടെ ലഭിക്കും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹോസ്പിറ്റൽ ക്യാഷ് കവർ അറ്റൻഡ്സ് ടു those expenses which are not covered under a pure hospitalization cover. Though hospitalization covers medical expenses, there are also incidental expenses which are non-medical in nature. അതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഇൻസിഡന്റൽ ആയിട്ട് വരുന്ന എക്സ്പെൻസ് എന്ന് വെച്ചാൽ നോൺ മെഡിക്കൽ എക്സ്പെൻസസ് കേട്ടോ. നോൺ മെഡിക്കൽ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ്പെൻസസ് ഡ്യൂ ടു ട്രാവലിംഗ് to and from the hospital on stay, special dietary food expenses, etc. അതായത് നമ്മളിപ്പോ ട്രാവലിംഗിന് വരുന്ന എക്സ്പെൻസുകൾ അല്ലെ. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലേക്ക്, ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പോകുന്ന ട്രാവലിംഗ് എക്സ്പെൻസസുകൾ, അതുപോലെ നമ്മൾ സ്റ്റേ ചെയ്യുമ്പോൾ വരുന്ന എക്സ്പെൻസുകൾ, ചില നമ്മൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡുകളോ എന്തെങ്കിലും നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങുന്നുണ്ടെങ്കിൽ അതൊക്കെ നോൺ മെഡിക്കൽ എക്സ്പെൻസുകളാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കവറേജുകളൊക്കെ ഇതിലൂടെ നമുക്ക് ലഭിക്കും. ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലൈസേഷൻ കവറിൽ ലഭിക്കാത്ത കവറേജുകൾ, നോൺ മെഡിക്കൽ എക്സ്പെൻസുകൾക്കുള്ള കവറേജുകളാണ് എന്തിലൂടെ ലഭിക്കുന്നത്? ഹോസ്പിറ്റൽ ക്യാഷ് കവർ. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. രണ്ട് രീതിയിൽ. ഒന്നല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കാം, ഒരു പ്യുവർ ഹോസ്പിറ്റലൈസേഷൻ കവറിൽ ലഭിക്കാത്ത കവറേജ് തരുന്ന ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഹോസ്പിറ്റൽ ക്യാഷ് കവറാണ്. അങ്ങനെ ഒരു ചോദ്യം വരാം.
അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കാം നോൺ മെഡിക്കൽ എക്സ്പെൻസസുകൾക്കുള്ള കവറേജ് തരുന്ന ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ഏതാണ് എന്ന് ചോദിക്കുമ്പോഴും നിങ്ങളുടെ ആൻസർ എന്താണ്? ഹോസ്പിറ്റൽ ക്യാഷ് കവറാണ്. അപ്പൊ രണ്ട് രീതിയിലും അവിടെ ചോദ്യം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യും കേട്ടോ. ഓക്കെ, അടുത്തതാണിത് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. ക്രിട്ടിക്കൽ ഇൽനെസ് കവർ, ആ പേര് നമുക്കറിയാം, പേര് സൂചിപ്പിക്കുന്നത് പോലെ എന്തായിരിക്കും? ക്രിട്ടിക്കൽ ആയിട്ട് വരുന്ന ചില അസുഖങ്ങളുണ്ട്, അല്ലെങ്കിൽ ക്യാൻസർ അല്ലെങ്കിൽ മറ്റു വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള അസുഖങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഉള്ള അത്തരം അസുഖങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് കവറേജ് നൽകുന്ന ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസുകളും ഉണ്ട്. ഓക്കെ, അതാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്നത്. നോക്കാം, critical illness policy is a benefit cover that covers the insured for any serious or critical illness, bracketile such as cancer, paralysis, major organ transplant, etc. കണ്ടല്ലോ, ക്യാൻസർ അല്ലെങ്കിൽ പാരാലിസിസ്, സ്ട്രോക്ക് മൂലം ഒരു വശം തളർന്നു പോവുക, അല്ലെങ്കിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, അവയവ മാറ്റ ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുള്ള രോഗികൾ ഉണ്ടായിരിക്കാം അല്ലെ. അപ്പൊ അതെന്നൊക്കെ പറയുന്നത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. അപ്പൊ അത്തരം വളരെ സീരിയസ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ഇൽനെസ്സുകൾക്കുള്ള കവറേജ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്നത്. ഓക്കെ, for which hospitalization expenses may or may not be covered in a pure hospitalization cover. ഇതിലൂടെ ഒരു പ്യുവർ ഹോസ്പിറ്റലൈസേഷൻ കവറിലൂടെ നമുക്ക് ചിലപ്പോ ഇതിന്റെ കവറേജ് ലഭിക്കാതിരിക്കാം. പക്ഷെ some grave illnesses may be prolonged recovery which requires additional costs such as incidental expenses, possible loss of income or structural changes in the family. അതായത് ഇപ്പൊ നമ്മൾ ക്രിട്ടിക്കൽ ഇൽനെസ് ഒക്കെ വരുമ്പോഴത്തെ പ്രത്യേകത എന്താ? അപ്പൊ ക്യാൻസർ അല്ലെങ്കിൽ പാരാലിസിസ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ വരുമ്പോ അവിടുത്തെ പ്രശ്നം എന്താണ്? നമ്മള് അവിടെ അതെന്ന് പറയുമ്പോൾ ജീവിതകാലം മുഴുവൻ നമുക്ക് ഒരു എന്താ പറയാ ചെലവുകൾ വരുന്ന കേസുകളുണ്ട് അല്ലെ. ഇപ്പൊ ക്യാൻസർ ഒക്കെ വന്നു കഴിഞ്ഞാല് നമുക്ക് എന്താണ്, ക്യാൻസർ ഇപ്പൊ കാര്യം നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കിയാലും പിന്നീട് നമ്മൾ അതിന്റെ ചെക്കപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചെലവുകൾ വരും. പാരലൈസ് ചെയ്തു പോയാലും അതാണ് അവസ്ഥ. തളർന്നൊക്കെ പോയി കഴിഞ്ഞാലും പറയാൻ പറ്റില്ല എത്ര കാലം അവർ നോർമൽ ലൈഫിലേക്ക് വരാൻ എത്ര കാലയളവ് എടുക്കും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റബിൾ അല്ല അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്കൊരു അവര് റിക്കവർ ചെയ്ത് വരാനായിട്ട് ഒരുപാട് താമസമുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് എന്തുണ്ട്? ചെലവുകളുണ്ട് അല്ലെ, ചെലവുകളുണ്ട്. അഡീഷണൽ ആയിട്ട് നമുക്ക് ഒരുപാട് കോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരും അല്ലെ. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസിഡന്റൽ എക്സ്പെൻസ് വരും. നമ്മള് മൂലം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളാണ് സോഴ്സ് ഓഫ് ഇൻകം എങ്കിൽ നമ്മൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളിലൂടെ കുടുംബത്തിന് ലഭിച്ച വരുമാനം നിലയ്ക്കും. എന്തിനു പറയുന്നത്? നമ്മുടെ ഫാമിലിയുടെ ഈ പറയുന്ന സ്ട്രക്ചറൽ ചേഞ്ചസ് തന്നെ വരും അല്ലെ, അല്ലെങ്കിൽ ഒരു മാറ്റം തന്നെ വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ക്രിട്ടിക്കൽ ഇൽനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് വരുന്ന എക്സ്പെൻസുകളാണ്. അതിനൊക്കെയുള്ള കവറേജ് തരുന്ന അത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസുകളും ഉണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വരുന്നതാണ് പേഴ്സണൽ ആക്സിഡന്റ് കവർ. പേഴ്സണൽ ആക്സിഡന്റ് കവർ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തായിരിക്കും? ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ ആക്സിഡന്റ് കേസുകൾക്ക് വേണ്ടി വന്നിട്ട് ആക്സിഡന്റ് മൂലം സംഭവിക്കുന്ന എക്സ്പെൻസുകൾക്കുള്ള കവറേജ് തരുന്ന അത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെ, അതിനെയാണ് നമ്മൾ പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം, ആക്സിഡന്റ് പോളിസി കവേഴ്സ് ദ ഇൻഷുർഡ് ഫോർ എക്സ്പെൻസസ് ലയബിൾ to be paid only on account of accident. കണ്ടോ, അതായത് ആക്സിഡന്റ് സംഭവിക്കുന്ന സാഹചര്യങ്ങളില് ഈ പറയുന്ന പോളിസി ഹോൾഡർക്ക് കവറേജ് കൊടുക്കുക. അതാണ് ഇത് പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറയുന്നത് കേട്ടോ. ആക്സിഡന്റ് പോളിസി കവേഴ്സ് the insured for expenses liable to be paid only on account of accident. ആക്സിഡന്റിന്റെ ആ ഒരു ബേസിൽ മാത്രമായിട്ട് ആക്സിഡന്റ് മൂലം ഉണ്ടാകുന്ന എക്സ്പെൻസുകൾക്കുള്ള കവറേജ് കൊടുക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസിനെയാണ് നമ്മൾ പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറയുന്നത്. This is a benefit plan in which the opted cover is paid as a lump sum based on the degree of disability under death. കേട്ടോ. ഓക്കെ, അതൊരു ബെനിഫിറ്റ് പ്ലാൻ ആണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന കവറേജ് പ്ലാനിനനുസരിച്ച് നമ്മുടെ ഡിസേബിലിറ്റി അല്ലെ, ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച് നമ്മൾക്ക് ഡിസേബിൾ ആവുകയാണ്. അപ്പൊ ആ ഒരു ഡിസേബിലിറ്റി അല്ലെങ്കിൽ ഇപ്പൊ മരണം സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെ, മരണത്തിന് പിന്നെ വേറെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല, മരണമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ചിലപ്പോ വലിയൊരു ആക്സിഡന്റിലൂടെ നമ്മൾ ഡിസേബിൾ ആയി പോവാം അല്ലെ. അപ്പൊ ആ ഒരു ഡിസേബിലിറ്റിയുടെ വ്യാപ്തി അതിനൊക്കെ അനുസരിച്ചുകൊണ്ട് ഒന്നെങ്കിൽ ഒരു ഒറ്റ തവണയായിട്ട് ഒരു എമൗണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഒരു റെഗുലർ പേയ്മെന്റ് ആയിട്ട് കൊടുക്കും. അത് ഓരോ പ്ലാനിന്റെയും ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. പൊതുവെ ഒരു ഒറ്റ തവണയായിട്ടൊക്കെയാണ് കൊടുക്കുക. ഇപ്പൊ ഡെത്ത് ഒക്കെ സംഭവിച്ച കേസ് ആണെങ്കിൽ ആ ഒരു നഷ്ടപരിഹാരം ഒരു ലംസം എമൗണ്ട് ആയിട്ട് ഒറ്റ തവണയായിട്ട് ഒരു ഫുൾ എമൗണ്ട് ആയിട്ട് ചിലപ്പോൾ ഒറ്റ തവണ കൊടുക്കാം.
ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ വൈകല്യമാണ് സംഭവിച്ചതെങ്കിൽ ആ വൈകല്യത്തിന്റെ കാലയളവ് അനുസരിച്ച് അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട്, എത്ര പെർസെന്റേജ് ഡിസേബിൾ ആണ് എന്നതിനനുസരിച്ചിട്ട് ചിലപ്പോൾ ഒരു ഒറ്റ തവണയായിട്ട് ലംസം എമൗണ്ട് ആയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ആ രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ഇത് ടോപ്പ് അപ്പ് കവർ. അതൊന്ന് ശ്രദ്ധിക്കാം. ടോപ്പ് അപ്പ് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞത്, നമ്മൾ റീചാർജ് ഒക്കെ ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക, ടോപ്പ് അപ്പ് ചെയ്യാന്ന് പറയും അല്ലെ. ഓക്കെ, ഒരു ആഡ് ഓൺ കവറേജ് ആണ് കേട്ടോ. അതെന്താന്ന് പറയാം, എന്നിട്ട് വായിക്കാം കേട്ടോ. അതായത് നമ്മള് സാധാരണ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു എന്ന് വിചാരിക്കുക. നമ്മൾ ഏതെങ്കിലും ഒരാളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട്, എത്രയെങ്കിലും രൂപയുടെ ഒരു 5 ലക്ഷം രൂപയുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അതുകൂടാതെ ഇദ്ദേഹം ഒരു ടോപ്പ് അപ്പ് കവർ എടുത്തിട്ടുണ്ട്. ടോപ്പ് അപ്പ് കവർ എന്ന് വെച്ചാൽ ആഡ് ഓൺ ആണ്, അഡീഷണൽ ആയിട്ടാണ് കേട്ടോ. ഒരു 3 ലക്ഷം രൂപയുടെ ഒരു ടോപ്പ് അപ്പ് കവറേജും എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു 3 ലക്ഷം രൂപയുടെ ടോപ്പ് അപ്പ് കവറേജ് എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇയാൾക്ക് ഒരു അസുഖം വന്നു, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ച് ഇയാൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഇയാൾ ഓൾറെഡി പ്രൈമറി ആദ്യമായിട്ട് അയാൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അതിന്റെ 5 ലക്ഷം രൂപയുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഇയാൾക്ക് ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഇയാൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുകയാണ്. ഇയാൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ട് ഇയാളുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഹോസ്പിറ്റൽ ബില്ല് വന്നത് എത്രയാണെന്നറിയാമോ? 7 ലക്ഷം രൂപയാണ് ഹോസ്പിറ്റൽ ബില്ല് വന്നത്. 7 ലക്ഷം രൂപ. അപ്പൊ എന്ത് സംഭവിച്ചു? ഇയാളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിനകത്ത് 5 ലക്ഷം രൂപ വരെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ് അയാൾ എടുത്തിട്ടുള്ളത്. 5 ലക്ഷം രൂപ വരെയുള്ള തുക ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ അയാൾ പോകും. ബാക്കി 2 ലക്ഷം അയാൾക്ക് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യും? ഇയാൾ അതിന് പുറമെ ഒരു ടോപ്പ് അപ്പ് പ്ലാൻ എടുത്തിട്ടുണ്ട്. ഒരു 3 ലക്ഷം രൂപയുടെ ടോപ്പ് അപ്പ് പ്ലാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് ആദ്യം എടുത്ത ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്യപ്പെടാത്ത എക്സ്പെൻസസ്, അല്ലെങ്കിൽ അതിന്റെ കവറേജിന് അപ്പുറത്തേക്ക് ചെലവുകൾ വന്നപ്പോ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ടോപ്പ് അപ്പ് കവർ എടുത്തിട്ടുണ്ട്. അത് 3 ലക്ഷം രൂപയുടെ ടോപ്പ് അപ്പ് കവർ. ഇയാൾക്ക് എന്ത് ചെയ്യാം? 5 ലക്ഷം രൂപ ഇയാളുടെ ശരിക്കുള്ള ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ലഭിക്കും. ബാക്കി 2 ലക്ഷം രൂപ ടോപ്പ് അപ്പ് കവറിൽ നിന്നും കിട്ടും. കാര്യം 3 ലക്ഷം രൂപയുടെ ടോപ്പ് അപ്പ് കവറാണ്. അപ്പൊ 2 ലക്ഷം രൂപ വരെയുള്ളത് ടോപ്പ് അപ്പ് കവറേജിൽ നമുക്ക് എടുക്കാം. അപ്പൊ മൊത്തം 7 ലക്ഷം രൂപ അടയ്ക്കാൻ പറ്റും അല്ലെ. അപ്പൊ എന്താണ് അതിന് മനസ്സിലാക്കാൻ പറ്റിയത്? അത് ടോപ്പ് അപ്പ് ആണ്. അതായത് നമ്മൾ പ്രൈമറി എടുത്ത ഹെൽത്ത് ഇൻഷുറൻസിൽ മീറ്റ് ചെയ്യപ്പെടാൻ, അതിന്റെ എക്സ്പെൻസുകൾക്ക് അപ്പുറത്തേക്ക്, അതിന്റെ കവറേജിന് അപ്പുറത്തേക്ക് ചെലവുകൾ വരുമ്പോ അത് മീറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ടോപ്പ് അപ്പ് കവർ എന്ന് പറയുന്നത്. അതാണ് ടോപ്പ് അപ്പ് ചെയ്യാം. അതായത് ആഡ് ഓൺ ആണ്. ആദ്യം ഉണ്ടായിരുന്നതിന്റെ പുറത്ത് ആഡ് ഓൺ ചെയ്യുന്നതാണ്. കാര്യം ആദ്യം ഉണ്ടായ ഹെൽത്ത് ഇൻഷുറൻസിന് നമുക്ക് കവറേജ്, അല്ലെങ്കിൽ അതിന്റെ എക്സ്പെൻസുകൾക്ക്, അതിനപ്പുറത്തേക്ക് എക്സ്പെൻസുകൾ വരുമ്പോൾ, അതിന്റെ കവറേജിന് അപ്പുറത്തേക്ക് ചെലവുകൾ വരുമ്പോൾ അത് മീറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്? ടോപ്പ് അപ്പ് കവർ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയല്ലോ? എന്നോട് പറയുന്നത് എ ടോപ്പ് അപ്പ് ഹെൽത്ത് കവർ ഇസ് കൺസിഡേർഡ് ആസ് എൻ എക്സ്റ്റൻഷൻ കവർ. കണ്ടോ, എക്സ്റ്റൻഷൻ ആണ്. ആദ്യത്തെ ആഡ് ഓൺ ആണ്, എക്സ്റ്റൻഷൻ ആണ് കേട്ടോ. എക്സ്റ്റൻഷൻ ഓവർ യുവർ കറന്റ് ഹെൽത്ത് ഓഫ് ഹോസ്പിറ്റലൈസേഷൻ പോളിസി. നിലവിലുള്ള കറന്റ് ഹോസ്പിറ്റലൈസേഷൻ പോളിസിയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് നമ്മൾ ഒരു ടോപ്പ് അപ്പ് ഹെൽത്ത് കവറിനെ കണക്കാക്കുന്നത്. ദിസ് പോളിസി ക്യാൻ ബി കൺസിഡേർഡ് ആസ് ആൻ ആഡ് ഓൺ കവർ ടു യുവർ കറന്റ് ഹോസ്പിറ്റലൈസേഷൻ പോളിസി. അത് നമ്മുടെ നിലവിലുള്ള ഹോസ്പിറ്റലൈസേഷൻ പോളിസിയുടെ അതിന്റെ ഒരു ആഡ് ഓൺ കവർ ആയിട്ട്. കാര്യം അതിൽ നമുക്ക് മീറ്റ് ചെയ്യപ്പെടാത്ത എക്സ്പെൻസുകൾ എന്താണ് മീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആഡ് ഓൺ കവറാണ് ഇത് ടോപ്പ് അപ്പ് കവർ എന്ന് പറയുന്നത് കേട്ടോ. നോക്കാം, in case of higher expenses due to illness or accidents, okay, then the existing policy sum insured gets exhausted. നിലവിലുള്ള നമ്മൾ എടുത്തിട്ടുള്ള പോളിസിയുടെ തുക എക്സ്ഹോസ്റ്റ് ആയി കഴിഞ്ഞാൽ, അതിന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ a top up cover takes care of extra expenses. പിന്നീട് വരുന്ന എക്സ്ട്രാ എക്സ്പെൻസുകൾക്കുള്ള കവറേജ് നമുക്ക് എന്തിലൂടെ ലഭിക്കും? ടോപ്പ് അപ്പ് കവറിലൂടെ ലഭിക്കും. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇത്രയും ഭാഗങ്ങള് ഓക്കെ ആണോ? നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. എല്ലാം അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. Thank you, ma'am. ഓക്കെ, അപ്പൊ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇത്രയും ഭാഗങ്ങൾ വായിച്ച് മനസ്സിലാക്കിയത് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ ഒരു പോയിന്റ് മിസ് ആക്കരുത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.